ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്ന ഉടൻ കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് ആ ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന ഈ പറയുന്ന ഒരക്ഷരം ഞാനീ പറയുന്ന രീതിയിൽ വാ കൊണ്ട് ഉരുവിട്ടാൽ മനസ്സറിയാതെ ധനം വളരെയധികം നിങ്ങളിലേക്ക് വരും. എന്ന് വെച്ചാൽ നനച്ചിരിക്കാതെ പണം ഒട്ടും പ്രതീക്ഷിക്കാതെ സാമ്പത്തികം വളരെയധികം നിങ്ങളിലേക്ക് വരും. മാത്രമല്ല അപാരമായ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വിദ്യയാണ്. ഭഗവാൻ ആ വ്യക്തിക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുമെന്ന് മാത്രമല്ല, എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഭഗവാൻ ആ വ്യക്തിയെ സംരക്ഷിക്കുക കൂടെ ചെയ്യുന്ന ഒരു അത്ഭുത വിദ്യയാണ്. ഒരക്ഷരം ഉരുവിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക, നല്ല കാര്യമാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒരു ലക്ഷങ്ങൾ കൊടുത്താലും ആരും പറഞ്ഞു തരാത്ത ഒരു ശിവമന്ത്രം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്ന ആ ശിവമന്ത്രം ഒരു പ്രത്യേക രീതിയിൽ ശ്വാസത്തോടൊപ്പം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇടാനുള്ളൊരു കാരണം, ഞാനത് പറഞ്ഞു തരുന്നതിന് മുമ്പത്തെ ദിവസം ഒരു ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് കണ്ടാണെന്ന് തോന്നുന്നു, എന്നോട് ഒരാൾ ചോദിച്ചു, ഈ പണം വരാൻ വേണ്ടി കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് ആ സമയമുണ്ട്, ഒരു പണം വരാൻ വേണ്ടി ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരാമോ, സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞു തരാമോ, കാരണം അവർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത വിദ്യയാണ് ഇന്നലത്തെ വീഡിയോയിലിട്ടത്. ലക്ഷങ്ങൾ കൊടുത്താലും ഈ ഒരു മന്ത്രം ആരും പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞ് ശിവമന്ത്രം പറഞ്ഞായിരുന്നു. അത് ചെയ്ത് പിറ്റേ ദിവസം അവരെന്നെ കണ്ടപ്പം അവരെന്നോട് പറഞ്ഞു, അവരാ പറഞ്ഞ പൈസ വന്നു, ഇങ്ങനെ കാണിച്ചു, പൈസ വന്നു, പണം വന്നു, ഭയങ്കര സന്തോഷമായി അവർക്ക്. അപ്പം ഞാൻ വിചാരിച്ച് 5000 രൂപയോ വല്ലതൊക്കെ ആയിരിക്കും, ഇത് ജപിച്ച ഉടനെ പണം വന്നെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് അവരെ വീണ്ടും കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമായിപ്പോയി, അവരുടെ ഈ മക്കൾ അമേരിക്കയിലാണ്, അപ്പം അവർക്ക് വീട്ടിൽ ആവശ്യമുണ്ട്, എന്നാലും അവരങ്ങനെ ചോദിക്കാത്ത ആളായിരിക്കാം, എനിക്കറിയത്തില്ല, എന്തായാലും എന്നോട് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിദ്യ ഞാൻ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാലുടൻ അമേരിക്കയിലുള്ള മോള്, ഞാനൊരു ഇച്ചിരി പൈസ ഇട്ട് തരാം അമ്മച്ചിക്ക് ആവശ്യത്തിന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആവശ്യമൊന്നും പറഞ്ഞിട്ടില്ല, അമ്മച്ചിക്ക് ഇത് എന്തെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കാം എന്ന് പറഞ്ഞ് ഒന്നും ആവശ്യപ്പെടാതെ, ഞാൻ വിചാരിച്ച് ചെറിയ തുക വല്ലതും ആയിരിക്കാം, 50,000 രൂപ അവരുടെ അക്കൗണ്ടിൽ വന്നെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ പറഞ്ഞ ലളിതമായ കാര്യം. എന്നിട്ട് അവരെന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഇത് ഞാൻ ജീവിതം മുഴുവൻ ചെയ്യുമെന്ന്. ഭഗവാനെ മുൻനിർത്തിയാണ് പറയുന്നത്. അപ്പോൾ അതെന്തൊരു സന്തോഷമാണെന്ന് ആലോചിച്ച് നോക്കി. കാരണം അവരുടെ ജീവിതത്തിൽ അത് അവർക്ക് അനുഭവമായി. സിമ്പിൾ കാര്യമാണ്. ശ്വാസം വലതുമൂക്കിൽ കൂടെ ഇടതുമൂക്കിൽ കൂടെ വിടുന്ന ശിവൻ്റെ മന്ത്രം ഒരു പ്രത്യേക രീതിയിൽ ജപിച്ചത് ഞാനിപ്പം പറയുന്നില്ല, മുമ്പിലത്തെ വീഡിയോയിലാണ്. കാരണം അത് വിശദമായിട്ട് കാണണം, ഏറ്റവും മൂലം കേട്ടിട്ട് കാര്യമില്ല. അപ്പോൾ വേണ്ടവരത് കാണാതിരിക്കുകയോ ഒക്കെ ചെയ്യാൻ നിങ്ങളിഷ്ടം. അപ്പോൾ അങ്ങനെ എനിക്കൊരു അനുഭവം ഒന്നല്ല, അത് എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഇന്നലെ അല്ല 2 ദിവസം മുമ്പ് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പം അവരുടെ ഒരു അനുഭവം ഞാൻ പറയാം. 50,000 രൂപയാണ് വന്നത്. അപ്പം ഞാൻ അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുത്ത്, ഞാൻ പറയുന്ന രീതി വിളക്ക് കത്തിച്ച് ഒരാൾക്ക് ലക്ഷങ്ങൾ, ഞാൻ ആ തുക പറയുന്നില്ല, ലക്ഷങ്ങൾ, അതായത് 50,000-ൻ്റെ ഒരു 20 ഇരട്ടിയോളം വരുന്ന അത്രയും തുക, 50,000-ൻ്റെ 20 ഇരട്ടി ഓളം വരുന്ന തുക വിളക്ക് ആ പറയുന്ന രീതി കത്തിച്ച് തന്നെ അവർക്ക് അതിനുള്ളൊരു വരുമാനം, അവർക്ക് നേരത്തെ അവർക്ക് അർഹതപ്പെട്ട് കിട്ടേണ്ടത് തന്നെയാണ്, പക്ഷെ അത് ചെയ്തപ്പോൾ അവർക്ക് കിട്ടി. അവരുടെ ഒരു വിഹിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ വിഹിതത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ ഇവർക്ക് കിട്ടാനുള്ളതിൻ്റെ ഭാഗമായിട്ട് അത് വിളക്ക പറയുന്ന രീതി തെളിയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവർക്കത് കിട്ടിയത്. ചെറിയ കാര്യമാണ്. അപ്പോൾ അവരത് കേട്ടപ്പോൾ അവരും ഞെട്ടിപ്പോയി. അപ്പോൾ ഇവർക്ക് ഇത് ചെയ്താണ് 50,000 രൂപ വന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള ശിവവിദ്യകളാണ്. അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനും ശിവനും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. കൃഷ്ണൻ്റെ ആണെങ്കിലും ശിവൻ്റെ ആണെങ്കിലും എല്ലാം ആത്മീയ വിദ്യകളാണ്. അപ്പോൾ അത് ഞാൻ പറയുന്ന ഓരോ കാര്യവും അങ്ങനെ, അല്ലാതെ ചെറിയ കാര്യങ്ങളൊന്നും അല്ലത്. ആരുടെയും തലവര ജീവിതം ഒക്കെ ദുരിതങ്ങളൊക്കെ മാറ്റുന്ന കാര്യങ്ങളാണ്. എൻ്റെ 1100 മേലുള്ള വീഡിയോയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ അത് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു വിദ്യയാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. കിടക്കപ്പായ ഇരുന്നുകൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞു, കിടക്കപ്പായ ഇരുന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്നു. ഈ ഒരൊറ്റ അക്ഷരം ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരും എങ്ങനെ ഉരുവണമെന്ന്. കൃത്യമായിട്ട് ചെയ്താൽ മനസ്സറിയാതെ പണം വരും. കാരണം അത് ചെയ്യുന്നവർക്ക് അത് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്തു. ഈ 50,000 കാര്യം പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ തന്നെ പൈസ സാമ്പത്തികം വരും. അപാരമായ വശ്യമായിരിക്കും. എല്ലാ ദുരിതം ഭഗവാൻ മാറ്റിത്തരും. അപ്പം ആ വിദ്യ എന്താണ്, അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ്, അതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഏറ്റവും ഈസിയായിട്ട് കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണം. പിന്നെ ഇന്നലത്തെ വീഡിയോക്കകത്ത് ഞാൻ കുറച്ച് നാളുകാരനെ പറഞ്ഞായിരുന്നു. ആ നാളുകാർ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ ഞാൻ കുറച്ച് നാളുകാരുടെ പറഞ്ഞായിരുന്നു. ആ വീഡിയോയിൽ അവസാനം പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇത് ക്യാപ്ഷൻ ഇതാണ്: ലക്ഷങ്ങൾ കൊടുത്താലും പറഞ്ഞു തരാത്ത ശിവമന്ത്രം എന്ന് പറഞ്ഞുള്ള ശിവവിദ്യയും അതിൻ്റെ അവസാനം കുറച്ച് നാളുകാരുടെ പറയുന്നുണ്ട്. ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ പ്രത്യേകിച്ച് അവരോടിപ്പം ആരെങ്കിലുമൊക്കെ വന്നേച്ച് പറയുക, കുറച്ച് സ്വർണം തരാമോ, ഞങ്ങളത് പിന്നീട് എടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോവുക. തിരിച്ചു കിട്ടാൻ വലിയ പാടായിരിക്കും. അത് ചില പ്രത്യേക നാളുകാരുണ്ട്, അതും സ്ത്രീകളെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ എല്ലാ നാളുകാർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാകാം, പക്ഷേ ഈ നാളുകാർക്ക് അത്ര അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഭർത്താവും മക്കളും ഒക്കെ അറിഞ്ഞേ ചെയ്യാവുള്ളത്. പിന്നെ കഴിവതും നിങ്ങളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നിങ്ങൾ കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട കാര്യം വരത്തില്ല. പിന്നെ ഭർത്താവും വീട്ടുകാരും അറിയാതെ ചെയ്യരുത്. പിന്നെ അതിനുള്ള അങ്ങനെയുള്ള നിങ്ങൾക്ക് ആ ഉള്ള ചില പരിഹാരങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് വാട്സപ്പിനകത്ത് കുറേ മെസ്സേജ് വന്നു, സാറേ എൻ്റെ നാളിന്നതാണ്, വേറൊരാൾ വന്ന് സ്വർണ്ണമെല്ലാം എടുത്തു കൊടുത്തതാണ്, ലക്ഷങ്ങൾ ഇപ്പോഴും കിട്ടാനുണ്ട്. അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞ ആ നാളുകാരുടെ മെസ്സേജുകൾ വന്നു. നോക്കുക, എത്ര കൃത്യമാണെന്ന് നോക്കുക. എനിക്ക് 10 വർഷങ്ങളായുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. പലരുടെയും ഞാൻ നോക്കിയതും എന്നെ കണ്ട പലരെയും അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് വേറെയും സംഭവിച്ചിട്ടുണ്ട് ആ നാളുകാർക്ക്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോക്കകത്ത് ഇന്ന നാളുകാർ ശ്രദ്ധിക്കണം, ഇന്ന കാര്യം ചെയ്യരുത്, പിന്നെ ഇന്ന വഴിപാട് ചെയ്യണം. അപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരത്തില്ല. പിന്നെ എന്തുണ്ടെങ്കിലും വീട്ടിലെ ഭർത്താവിനോടും മക്കളോടും ഒക്കെ നിങ്ങൾ പറയണം, അല്ലാതെ ഒരു കാര്യം ചെയ്യരുത്. ഇതൊക്കെ ഒരു പ്രശ്നങ്ങളും ഒരു ദുരിതങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവസാനം വരെ കാണണം. ഒന്നും വിട്ടുപോകരുത്. വിട്ടുപോയാൽ അത് നിങ്ങൾക്കൊരു നഷ്ടമാണ്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ തുകകൾ ലാഭിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴിയേ ഉള്ളൂ. നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. അത് നോക്കാൻ താല്പര്യമുണ്ട്, വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ സ്വയം ചൊല്ലാവുന്ന നല്ല മന്ത്രങ്ങൾ. എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും പറ്റണമെന്നില്ല. അവനവൻ്റെ കൈരേഖ, ഗ്രഹനില അനുസരിച്ച് ചൊല്ലേണ്ട മന്ത്രം, ചൊല്ലേണ്ട സമയം, ചൊല്ലേണ്ട രീതി, ശരനൂൽ വിദ്യകൾ, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഇങ്ങനെ ആരും പറഞ്ഞു തരാത്ത ചില രഹസ്യ നല്ല വിദ്യകൾ. ഇപ്പോൾ ഇടതുകാല് വെച്ച് ചെയ്യുക, വലതുകാല് വെച്ച് ചെയ്യുക, അങ്ങനെ ശരനൂൽ വിദ്യകൾ, അതൊന്നും അത്രയും സംഭവങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അത് ആവശ്യമുണ്ട് ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ച് ഞാൻ റിപ്ലൈ ചെയ്യും. ഫ്രീ ആകുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നവർക്ക് റിപ്ലൈ ചെയ്യുന്നവർ കേട്ടിട്ട് ആവശ്യമുണ്ടെന്ന് നോക്കാതിരിക്കും. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം ഞാനെപ്പോഴും വർക്കിലായിരിക്കും. എന്നെ വർക്ക് ശല്യം ചെയ്യരുത്. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്ത് ചെയ്യരുത്. എന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എന്നെ ശല്യപ്പെടുത്തുന്ന ആരാണേലും എനിക്കതൊരു ഇഷ്ടമല്ല. കാരണം ഞാൻ ആ ശിവനെ ഓരോ നിമിഷവും ലയിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്നെ ശല്യം ചെയ്യരുത്, അതൊരിക്കലും നല്ലതല്ല. അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നാൽ നോക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നോക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്, അതിനപ്പുറം ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ട് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ ഉണർന്ന ഉടനെ ഞാൻ ഹസ്തരേഖയും കൈരേഖയും ഗ്രഹനിലയും നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളവരൊക്കെ അതുപോലെ ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ ഇത് ചെയ്താൽ മതി. അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉണർന്ന് എഴുന്നേറ്റ് എങ്ങനെ എഴുന്നേക്കണം,
എന്തു ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതുപോലെ ചെയ്യുക. ഇനിയും അതിൻ്റെ കൂടെ ഇത് ചെയ്യണം. അല്ലാത്തവർക്ക് ഇത് മാത്രമായിട്ടും ചെയ്യാം, ഈ നോക്കിയിട്ടില്ലാത്തവർക്ക് കേട്ടോ. അപ്പോൾ ഉണർന്ന ഉടനെ അറിയാമല്ലോ, വലത് സൈഡ് ചെറിഞ്ഞ് എഴുന്നേക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് വടക്കോട്ട് കിടക്കപ്പായി ഇരുന്നുകൊണ്ട് തന്നെ വടക്കോട്ട് തിരിഞ്ഞിരിക്കണം. തിരിഞ്ഞിരുന്നാൽ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് അവസാനം നിങ്ങളുടെ ഹൃദയത്തിൽ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ഹൃദയത്തിൽ ഭഗവാൻ കൃഷ്ണനെ സങ്കല്പിക്കണം. സങ്കല്പിച്ച് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ വാ കൊണ്ട്, മനസ്സിലല്ല വാ കൊണ്ട് ഈ ഒരു അക്ഷരം ഉരുവിടണം. അത് നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ മതി, എല്ലാവരും കേൾക്കുകയൊന്നും വേണ്ട. അത് വ്യക്തമായിരിക്കണം. നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വ്യക്തമായിട്ട് ക്ലീം 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 അതല്പം നീട്ടി ഉച്ചരിക്കുക. കൃഷ്ണനെ ഹൃദയത്തിൽ ധ്യാനിച്ച് മനസ്സ് ഹൃദയത്തിലായിരിക്കണം, കൃഷ്ണനിലായിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഈ ഒരക്ഷരം, ഇത് ബീജമാണ്, ഈ ഒരു ബീജം, അതായത് ഈ ക്ലീം എന്നുള്ളത് വാ കൊണ്ട് നിങ്ങൾ ഉച്ചരിക്കണം, അല്പം നീട്ടി. ക്ലീം ക്ലീം ക്ലീം. അപ്പം കണ്ണ് തുറന്നതന്നെ ക്ലീം ഉച്ചരിച്ചിട്ട് അതൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഉച്ചരിക്കുക. 3 തവണയോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. 3 തവണയാണേലും മതി. ഉച്ചരിച്ചിട്ട് കണ്ണടച്ചിട്ട് ഹൃദയത്തിൽ ആ കൃഷ്ണനെ ഒന്ന് സങ്കല്പിക്കുക. ആ ഭഗവാന് ചുറ്റും മനസ്സുകൊണ്ടൊന്ന് പ്രദക്ഷിണം വയ്ക്കുക. അല്ലെ 3 പ്രാവശ്യം ആ ഭഗവാന് ചുറ്റും മനസ്സുകൊണ്ടൊന്ന് ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് ക്ലീമെന്നും കൂടെ ജപിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ജപിച്ചാൽ മതി, കൃഷ്ണായ ക്ലീം എന്ന് അങ്ങനെ ജപിച്ചാൽ മതി. മനസ്സിൽ ജപിച്ച് കണ്ണടച്ച് ആ കൃഷ്ണന് മനസ്സുകൊണ്ട് നിങ്ങളൊരു പ്രദക്ഷിണം വെക്കുന്നതായിട്ട് സങ്കല്പിക്കുക. 3 തവണ കൃഷ്ണായ ക്ലീം എന്ന് മനസ്സിൽ ജപിച്ച് കൃഷ്ണായ ക്ലീം. എന്നിട്ട് കണ്ണടച്ചാൽ അത് ചെയ്യുന്നത് അല്പനേരം അത് ചെയ്യുക. ചെയ്തിട്ട് നിങ്ങൾ എഴുന്നേൽക്കുക. ഇത് നിങ്ങൾ നിത്യവും രാവിലെ മാത്രം ചെയ്യുക. മനസ്സറിയാതെ മഹാലക്ഷ്മി നിങ്ങളിലേക്ക് വരും. എന്നുവെച്ചാൽ ധനം വരും, പണം വരും, നനച്ചിരിക്കാതെ അപ്രതീക്ഷിതമായിട്ട്. നിങ്ങൾക്ക് അപാരമായൊരു വശ്യമുണ്ടാവും. നിങ്ങൾ റോഡിലോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോഴും ആളുകൾ നിങ്ങളെ കാണുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു സ്നേഹം നിങ്ങളിത് അനുഭവിച്ചറിയുക. ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതെന്താണ്? ഇത് ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നതിൻ്റെ രഹസ്യം. ഹൃദയത്തിൽ എന്താണ് ഭഗവാനെ ധ്യാനിക്കുന്നത്? നിങ്ങളിത് അറിയണം. ഒരു വിദ്യ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയണം. അല്ല ചുമ്മാ ഞാനെന്നല്ല ആര് പറഞ്ഞാലും അതേപടി ഞാൻ കേൾക്കരുത്. നിങ്ങളത് അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. എനിക്ക് അതുപോലെ ബോധ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹൃദയത്തിൽ കൃഷ്ണനെ ധ്യാനിക്കുന്നതിൻ്റെ രഹസ്യം ഹൃദയത്തിലാണ്. ഞാൻ എന്ന ബോധം വളരെ കൂടുതലായിട്ട് ഹൃദയത്തിലാണുള്ളത്. അനാഹത ചക്രം എന്ന് പറയും. നിങ്ങളിപ്പം ചക്രം ഒന്നും ചിന്തിക്കേണ്ട, ഹൃദയത്തിൽ നിന്ന് ചിന്തിച്ചാൽ മതി. അപ്പം ഇപ്പം ഞാൻ പറയുന്നു ഞാനാണ്, അല്ലെ ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ കൈ ഹൃദയത്തിൽ വെച്ചാണ് പറയുന്നത്, അല്ലേ? ഞാനാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസം ഉള്ളവരായിക്കോട്ടെ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിക്കോട്ടെ, ഞാൻ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനെ പറയാൻ വയ്യ. ഇങ്ങനെയും പറയാമല്ലോ. ആരെങ്കിലും കയ്യെ പിടിക്കുമോ? ഞാൻ ഇങ്ങനെ പറയാമല്ലോ. പറയുന്നതിന് എന്നാ കുഴപ്പം? പിന്നെ എന്താ അങ്ങനെ പറയാത്ത? ഞാൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ തട്ടുന്ന നെഞ്ച് തൊട്ട് പറയുന്നത്? ഓട്ടോമാറ്റിക്കായിട്ടാണ് അത് മനുഷ്യൻ ചെയ്യുന്നത്. അത് മനുഷ്യനുണ്ടായ കാലം തൊട്ട് മനുഷ്യൻ ആ എന്നെന്നുള്ള ഒരു ഞാനെന്നുള്ള ഒരു വികാരം വരുമ്പം നെഞ്ചത്ത് തൊട്ടാണ് പറയുന്നത് ഞാൻ. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാനെന്നുള്ള ഫീലിങ്സ് ശരിക്കും എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ കൈതൊട്ട് സംസാരിക്കുമ്പോഴാണ് ഞാനെന്നുള്ള ഫീലിങ്സ് ഞാൻ അനുഭവിക്കുന്നത്. അല്ല പിന്നെ എനിക്കിങ്ങനെ പറയാം, ഞാൻ എന്ന് പറയാം. ഞാനാണല്ലോ. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് തലയെ ചൂണ്ടി പറയാമല്ലോ ഞാൻ. പക്ഷെ അങ്ങനെയല്ല. മനുഷ്യർ എപ്പോഴും പറയുന്നത് ഇപ്പം എന്ത് പറഞ്ഞാലും ഇപ്പം ഞാനാണ്. ഹൃദയത്തിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൈ ചൂണ്ടും ഞാനാണ്. ഇപ്പം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് ഞാനെന്നുള്ള വികാരം ഹൃദയത്തിലാണ് കൂടുതൽ, അനാഹത ചക്രത്തിൽ. അവിടെയാണ് ആര് കുടികൊള്ളുന്നത്? സദാശിവൻ. സദാശിവൻ എന്ന് വെച്ചാൽ ആരാണ്? മംഗളകാരി.
സദാശിവൻ. ശിവൻ്റെ ആദ്യ സ്വരൂപമാണ് സദാശിവൻ. പലരും വിചാരിച്ചിരിക്കുന്ന സദാശിവനും ശിവനുമല്ല ഒന്ന് തന്നെയാണ്. പക്ഷേ അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. ശിവൻ്റെ ആദ്യത്തെ സ്വരൂപമാണ് സദാശിവൻ. സദാശിവൻ്റെ കൂടെ പാർവതി ദേവി ഇല്ല, ഒന്നുമില്ല. അതായത് ഇപ്പോൾ ആ സദാശിവനെ കുറിച്ചുള്ള ഒരു ശ്ലോകമുണ്ട്. ഏതാണെന്നറിയോ? ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതസ്വം രത്നകൽപ്പോജ്വലാംഗം പരശുമൃഗ പരാഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമാന്തസ്തുതം അമരഗണേർ വ്യാഘ്രാകൃതിം വസാനം വിശ്വാദ്യം വിശ്വവന്ധ്യം നിഖിലഭയകരം പഞ്ചവക്തം ത്രിനേത്രം. പഞ്ചവക്ത്രനും അഞ്ചുമുഖത്തോടു കൂടിയവനും പുലിത്തോലിയിരിക്കുന്നവനും. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ പോയി കാണുക. അപ്പം ആ സദാശിവൻ, ശിവൻ എന്ന് വെച്ചാൽ എന്താ? മംഗളകാരി. സദാശിവൻ എന്ന് വെച്ചാൽ എന്നാ? എപ്പോഴും സദാ മംഗളത്തെ നൽകുന്നതാണ്. അപ്പോൾ ആ സദാശിവൻ എവിടെ? ഹൃദയത്തിലാണ്, അനാഹത ചക്രത്തിലാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ ഹൃദയത്തിൽ കൃഷ്ണനെ ധ്യാനിക്കുന്നതിൻ്റെ രഹസ്യം മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഭഗവാനെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഭഗവാനെ നമ്മളുടെ ഹൃദയത്തിൽ, ഞാനെന്നുള്ള വികാരം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഹൃദയത്തിൽ ഭഗവാനെ സങ്കല്പിക്കുമ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമായിട്ട് അത് മാറും. ആ സങ്കല്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുക, അല്ലേ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകും ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ. അപ്പം അങ്ങനെ ധ്യാനിച്ചാണ് ആ വിദ്യ ചെയ്യേണ്ടത്. പിന്നെ കണ്ണ് അടച്ചുകൊണ്ട് ചെയ്യേണ്ട വിദ്യ ഞാൻ പറഞ്ഞു. ആദ്യം കണ്ണ് തുറന്നുകൊണ്ട് ക്ലെയിം ജപിക്കണം. പിന്നെ കണ്ണടച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് കൃഷ്ണായ ക്ലെയിം ജപിച്ച് മനസ്സുകൊണ്ട് ഭഗവാന് 3 വലത് വെക്കുക. അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പം അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ഭക്തിയും കൂടെയുള്ള ഭഗവാനെ ഭക്തിയോട് കൂടി ചെയ്യുക. പിന്നെ വടക്കോട്ട് നോക്കി മന്ത്രങ്ങൾ ജപിച്ചാലും എല്ലാം നമ്മളുടെ താപത്രയങ്ങളെ, നമ്മുടെ എല്ലാവിധ പാപങ്ങളെയും ഇല്ലാതാക്കാൻ കഴിവുണ്ട്. വടക്ക് ദിക്ക് നോക്കി മന്ത്രം ജപിച്ചാൽ അത്ഭുതകരമായ മാറ്റം ജീവിതത്തിലുണ്ടാകും. സകല പ്രശ്നങ്ങളും സകല ദുരിതങ്ങളും ഇല്ലാതാകും. അങ്ങനെ ഒരു കാര്യമുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഈ വിദ്യയുടെ രഹസ്യം ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അല്ലാതെ ഞാനൊരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് അവർക്ക് പ്രയോജനം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതെ, മനസ്സിലായി? അതുകൊണ്ടാണ് അവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടാകുന്നതിൻ്റെ കാര്യം. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ ഒരു 2 കണ്ടെയ്നർ ലോറി മേടിച്ചു. നിസ്സാരമായ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഞാൻ അതുപോലെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവരതുപോലെ ആത്മാർത്ഥമായിട്ട് വഴിപാടുകൾ ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കണ്ടു. ഒരു അമ്മ മെസ്സേജ് ചെയ്തിരിക്കുന്നു, ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്. വ്യാഴാഴ്ച കൃഷ്ണന് പുരുഷ സൂക്താർച്ചന, ഭാഗ്യസൂക്താർച്ചന, വിഷ്ണു സഹസ്രനാമാർച്ചന. വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് കടുംബായുസും ചെമ്പരത്തിമാല. ഇത് ഞാൻ പറഞ്ഞ് ആവർത്തിച്ച് ചെയ്തു. ആ പയ്യൻ ജർമ്മനിക്ക് പോവാം. തടസ്സങ്ങളെല്ലാം മാറി. നോക്കൂ, അവരുടെ ചോദ്യം എന്ത് മാറ്റമാണ് വന്നത്? ആ അമ്മ ഒരുപാട്, അമ്മ പറഞ്ഞു എൻ്റെ വീഡിയോ കാണുന്ന കാര്യങ്ങളാണ് അമ്മയെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്തൊരു മാറ്റം, അവരുടെ കുടുംബം രക്ഷപ്പെടുമല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അല്ലാതെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല. ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്തവർക്കെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ചെന്നൈയിൽ നിന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു. അദ്ദേഹം ഒരു ജ്യോതിഷനാണ്, പണിക്കന്മാരാണ്. അദ്ദേഹം മിലിറ്ററിയിൽ ജോലി ഉണ്ടായിരുന്നു, റിട്ടയർഡാണ്. അദ്ദേഹം ജ്യോതിഷം നോക്കുന്നുണ്ട്, പ്രായമുള്ള ആളാണ്. അപ്പോൾ അത് ഇവിടെ എന്നെ കാണാൻ വന്നായിരുന്നു. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണ്. മിക്കവാറും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം എനിക്ക് നേപ്പാളിൽ നിന്നുള്ള ഒറിജിനൽ, അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്ന രുദ്രാക്ഷം അതെല്ലാം 108 എണ്ണം കെട്ടിച്ച് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആവശ്യപ്പെട്ടതല്ല. അദ്ദേഹം, എനിക്ക് രുദ്രാക്ഷം ഉണ്ട് ഓൾറെഡി. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഞാൻ സ്വീകരിക്കും. കാരണം ശിവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ആവശ്യപ്പെടാതെ തന്നെ പലപ്പോഴും നമ്മളിലേക്ക് വരാറുണ്ട്. അപ്പം നോക്കൂ, അതൊന്നും ഇപ്പം ഞാൻ കാശിയിലെ വിശ്വനാഥൻ്റെ പ്രസാദമാണേലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ആളുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. കൊട്ടിയൂരെ മിക്കവാറും എല്ലാ പ്രസാദവും എനിക്ക് ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ പളനിയിലെ ചില സിദ്ധരുടെ സമാധിയിൽ, അങ്ങനെ കേദാർനാഥിലെ വിശേഷപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഹിമാലയത്തിൽ പോയ ആളുകൾ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല,
ഞാനതേക്കുറിച്ച് ചിന്തിച്ചിട്ടുമല്ല. എനിക്കെപ്പോഴും ശിവനാമം മാത്രമേ ഉള്ളൂ ചിന്ത. പക്ഷെ അതെല്ലാം ഭഗവാന്റെ ഒരു കൃപയാൽ എന്നിലേക്ക് ശിവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ എന്നിലേക്ക് പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നേപ്പാളിൽ നിന്നുള്ള ആ 108 രുദ്രാക്ഷം കെട്ടിച്ചു കൊണ്ടുതരാമെന്നാണ് പറഞ്ഞു. ആലോചിച്ച് നോക്കി. അപ്പോൾ അത് തീർച്ചയായിട്ടും കൊണ്ടുവന്നാൽ അത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാനത് സ്വീകരിക്കും. കാരണം രുദ്രാക്ഷം എന്നെ സംബന്ധിച്ചോളം എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. രുദ്രാക്ഷം, ഭസ്മം, ഇതൊക്കെ എല്ലാം ശിവകരങ്ങളാണ്. അപ്പം അതെല്ലാം ഭഗവാനെ നമ്മൾ ധ്യാനിക്കുന്ന മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഭഗവാനിലൂടെ നമ്മളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, ഈശ്വരനെ അറിയുന്ന നല്ല കാര്യങ്ങളാണ്. എല്ലാവരിലും ഈശ്വരനെ അറിയട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ ഗുണങ്ങളുണ്ടാകട്ടെ, എല്ലാവരുടെയും ആത്മാവിൽ ശുദ്ധീകരിക്കപ്പെടട്ടെ, അവരെല്ലാം ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകട്ടെ, ഈശ്വരനെ അനുഭവിക്കട്ടെ എന്ന് ആ പരമേശ്വരനോട് തന്നെ, ഈശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ഈശ്വരന് തന്നെ മഹത്വം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ ചെയ്യാൻ പറ്റുമില്ല എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ദീപം കൊണ്ടുള്ള ത്രാടകം എന്ന് പറഞ്ഞ വിദ്യ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പറയാത്ത ഒരു കാര്യം, ത്രാടകം. അതായത് ഒരു മെഴുകുതിരി കത്തിച്ചോ അല്ലെങ്കിൽ ഒരു ദീപം കത്തിച്ചോ ആ ദീപനാളത്തെ നോക്കി ചില മന്ത്രങ്ങൾ ജപിച്ചാൽ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അത് പറയണമെന്ന് വിചാരിക്കുന്നു. ബാക്കിയെല്ലാം ഭഗവാന്റെ അനുഗ്രഹം പോലെയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെല്ലാം അതിനു മുമ്പ് ഭഗവാനെ ധ്യാനിച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്യത്തുള്ളൂ. ഭഗവാനിൽ സമർപ്പിച്ച ഒരു കാര്യം പറയത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ പറ്റുമില്ലെന്ന് എനിക്കറിയത്തില്ല. ഭഗവാനിൽ ഞാൻ ലയിച്ചിരുന്ന് ധ്യാനിച്ചിട്ടാണ് ഞാൻ ആ വിഷയം നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ. അങ്ങനെ ഈ വീഡിയോകളെല്ലാം മനസ്സ് ഭഗവാനിലായിരിക്കും, ശിവനിൽ. അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്ന അടുത്തൊരു വീഡിയോയിൽ ത്രാടകം എന്ന രഹസ്യവിദ്യ, അത് സാധാരണ ഈ ത്രാടകം എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഒരുപാട് രഹസ്യമുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. അതുകൊണ്ട് എന്തും സാധിച്ചെടുക്കാൻ പറ്റും. ശിവവിദ്യയാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ സാധിക്കും. നിങ്ങളോട് ഇപ്പം പറഞ്ഞാൽ എന്തിനാണ്, കൃത്യം ആ വീഡിയോ കാണണം, നഷ്ടപ്പെടുത്തരുത്. വീഡിയോ കാണാതെ എന്നോട് വന്നേച്ച് ഓരോ സംശയങ്ങൾ ചോദിക്കരുത്. ഇന്നൊരാൾ ചോദിച്ചു, ഓം ഐം ശിവായ നമ ഒന്ന് പറഞ്ഞു തരാമോന്ന്. ഞാൻ പറഞ്ഞു, പഴയ വീഡിയോ പോയി കാണാൻ പറഞ്ഞു. ഞാൻ എന്തോ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ചെല്ലേണ്ട പ്രത്യേക രീതികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കാണത്തില്ല. എന്നിട്ട് വന്നിട്ട് സംശയങ്ങൾ ചോദിക്കും. ആ ഒരു കാര്യം വീഡിയോയിൽ ഇടുമ്പം കണ്ടോണം. കണ്ടിട്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിക്കുക, പക്ഷേ മനസ്സിലാകാത്ത രീതിയിലല്ല. A to Z ക്ലിയർ കട്ടായിട്ടാണ് പറയുന്നത്, സംശയമില്ലാത്ത രീതിയിലാണ് പറയുന്നത്, വ്യക്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തമായിട്ട് പറയുന്ന കാര്യം വീണ്ടും സംശയം ചോദിക്കരുത്. അല്ലാതെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പറയാൻ. ചിലപ്പം വീഡിയോ പറയുമ്പോഴേ ഇതെല്ലാം മനസ്സിൽ നിന്ന് ഓർത്ത് പറയുന്നതാണ്, ചില കാര്യങ്ങൾ ചിലപ്പം വിട്ടുപോകും. അതൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഇടുമ്പം കണ്ടോണം. ഒരുപാട് പിന്നെ വീഡിയോ ചിലപ്പം തപ്പിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. 1100-ലേറെ വീഡിയോ ഉണ്ട്. എന്നോട് ചോദിച്ചാൽ തന്നെ എനിക്കും അറിയത്തില്ല ഏത് വീഡിയോയിലാണ്, ഇന്ന വീഡിയോയിലൊരു കാര്യമുണ്ട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് വീഡിയോ അന്നന്ന് കണ്ടോണം, ആവശ്യമുള്ളത് എഴുതി വെച്ചോണം. ഒരു ബുക്ക് മേടിക്കണം. ഇതൊന്നും വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല. ഞാനീ പറയുന്ന കാര്യമുള്ളൂ, ഒരിടത്തൊന്നും കിട്ടത്തില്ല. ആവശ്യമുള്ളവർ എഴുതി വെച്ചോ. എല്ലാം ശിവപാദത്തിൽ തന്നെ സമർപ്പിക്കുന്നു. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന വേദം ന യജ്ഞം അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്തോ ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. ശിവായ നമഃ യനവശിമാ. ഓം ശിവായ നമഃ യനവശിമാ. മവയനശി
ശിയനമവ വശിമയന ഓ ശിവശിവ എങ്കിലർ തീവിണേയാളർ ശിവശിവ என்றடா തീവിണേ മാലു ശിവശിവ என்றடா തേവരുമാവർ ശിവശിവ എന്ന ശിവഗതി താനെ. അപ്പോൾ ഇന്ന് കൃഷ്ണന്റെ കാര്യമാണ് പറഞ്ഞു. അപ്പം ഭഗവാനെ കൂടെ ഒന്ന് സ്മരിച്ചിട്ട് നിർത്തിയേക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താപത്പാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഇത് ജപിക്കുമ്പോൾ വാദ്യങ്ങളില്ല, സംഗീതം അറിയത്തില്ല, ഒന്നുമില്ല, ശംഖുമില്ല, കൊട്ടുമില്ല, കുഴലുമില്ല, ഒന്നുമില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭഗവാനുള്ള ഭക്തി മാത്രമേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നഗ്ന സംഗീതം ഭഗവാനിൽ വീണ് അലിയുകയാണ്. ഇത് സംഗീതം അല്ലെങ്കിൽ സ്തുതിയാണ്. ഇവിടെ ഭക്തി മാത്രമേ ഉള്ളൂ. സംഗീതം എനിക്കറിയത്തില്ല, വാദ്യോപകരണങ്ങളില്ല, ശംഖുമില്ല, കൊട്ടില്ല, കുഴലില്ല, കുഴൽവിളിയില്ല, ഒന്നുമില്ല. ഭഗവാനെ എന്ന് വിളിച്ചത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഭഗവാനെ തന്നെ സമർപ്പിക്കുകയാണ്. അതായത് കാലദേശങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന ഭഗവാനെ കാലദേശങ്ങളില്ല. നമ്മളെല്ലാം സമയത്തിനും കാലത്തിനുമുള്ളിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ എത്ര മിടുക്കന്മാരാണേലും നമ്മുടെ ജീവിതത്തിന് ഒരു കാലമുണ്ട്, ഒരു ടൈമുണ്ട്. നമ്മൾ ആ കാലത്തിനും ടൈമിനും ഉള്ളിൽ ജീവിക്കുന്നവരാണ്. എത്ര പ്രഗത്ഭന്മാരാണിത്, അല്ലേ? എത്ര പ്രഗത്ഭന്മാരാണിത്. അപ്പം ഈ കാലദേശങ്ങൾക്കപ്പുറത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ്. ഭഗവാൻ സ്പഷ്ടനും അസ്പഷ്ടനുമാണ്. ഈ ജപിച്ച വരികളുടെ അർത്ഥം പറയുന്നത് സ്പഷ്ടനുമാണ്, അസ്പഷ്ടനുമാണ്. ഭഗവാൻ വ്യക്തവുമാണ്, അവ്യക്തവുമാണ്. ഭഗവാനെ കാണുന്ന മാത്രയിൽ തന്നെ സർവ പുരുഷാർത്ഥങ്ങളും ലഭിക്കും. ആരെയാ? ഭഗവാനെ, കൃഷ്ണനെ. ഭഗവാൻ പരബ്രഹ്മസ്വരൂപമാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഗുരുവായൂരിൽ വസിക്കുന്നു എന്നുള്ളത് ഗുരുഭവനപുരേ, ഗുരുവും വായുവും കൂടെയാണ് അവിടെ പ്രതിഷ്ഠിച്ച്. അങ്ങനെയുള്ള അതുകൊണ്ട് ഗുരുവായൂർ എന്ന് പേര് വന്നു. ആ ഗുരുവായൂരപ്പൻ വസിക്കുന്നത് ഹന്തഭാഗ്യം ജനാനാം. ആ വരികളുടെ അർത്ഥമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അവിടെയുള്ള ജനങ്ങളുടെ ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാനാണ്? അവിടെയുള്ള ജനങ്ങളുടെ അല്ല, ഈ ഭൂമിയിലുള്ളവരുടെ ഭാഗ്യമെന്ന് ഞാൻ പറയും. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഇപ്പം ഞാനിത് പറയുമ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, തിരുവനന്തപുരത്തുള്ള ആളുകളൊക്കെ, സാറ് എപ്പോഴും ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുന്നു. നമ്മുടെ തിരുവനന്തപുരത്തെ അനന്തശായിയായ ഭഗവാനെക്കുറിച്ച് എന്താ പറയാത്തെന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് ഇവരെല്ലാം രണ്ടുപേരും ഒരുപോലെ, ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. രണ്ടും ഒരു വ്യത്യാസമില്ലാതാണ് എൻ്റെ മനസ്സിൽ. പിന്നെ ഈ ശ്ലോകം ഗുരുവായൂരപ്പനെ കുറിച്ചാണ്. പിന്നെ നമ്മൾ കൂടുതലും പോകുന്ന ഗുരുവായൂർ ഇവിടെ ഞങ്ങളുടെ ഇവിടെയൊക്കെയുള്ള ആ സൈഡിലേക്കാണ്. അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. രണ്ടും, അതായത് അനന്തശായിയായ തിരുവനന്തപുരത്ത് കുടികൊള്ളുന്ന അനന്തപത്മനാഭനും എല്ലാം ഒരുപോലെയേ ഉള്ളൂ കേട്ടോ. ഗുരുവായൂരപ്പന് എന്ത് പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെയാണ് ഭഗവാന് അനന്തശായിയായി കുടികൊള്ളുന്ന പത്മനാഭസ്വാമിക്ക്. രണ്ടും ഒരുപോലെ ഉണ്ട് കേട്ടോ. മനസ്സ് നിറഞ്ഞ രണ്ടുപേരെ ഒരുപോലാണ് കാണുന്നത്. നമുക്കൊന്നിനോടും പക്ഷാപാതമില്ല. ശിവനെ എങ്ങനെ ധ്യാനിക്കുന്നോ അതുപോലെ തന്നെയാണ് കൃഷ്ണനെ. ഗുരുവായൂരപ്പനും പത്മനാഭസ്വാമി എല്ലാം ഒരുപോലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രം പറയുന്നതേ ഉള്ളൂ. അനന്തശായിയായ പത്മനാഭസ്വാമിയെയും അതേ ഭക്തിയോടുകൂടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ആരെ നിങ്ങൾ വേറിട്ട് കാണരുത്, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് ഒരു സംശയം മാറ്റിയതേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. എല്ലാം ഒന്ന് തന്നെയാണ്. പത്മനാഭസ്വാമിയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ ഒന്നും അധികാരം കണ്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പത്മനാഭസ്വാമി നമ്മളിപ്പോൾ ഞങ്ങൾക്കൊക്കെ എളുപ്പം നമ്മൾ ഗുരുവായൂർ എപ്പോഴും പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ഭഗവാനെ അങ്ങ് ഓർക്കുന്നു, പറയുന്നു. പിന്നെ ഇനി ഞാൻ ഒരു ദിവസം
പത്മനാഭസ്വാമിയെ ദർശനം നടത്താൻ വരുന്നുണ്ട്. ഗുരുവായൂരപ്പനെ എത്ര സ്നേഹിക്കുന്നു അത്രയും തന്നെയാണ് പത്മനാഭസ്വാമിയെ ഞാൻ സ്നേഹിക്കുന്നതും എനിക്ക് ഭക്തിയുള്ളതും. രണ്ടും എല്ലാം ഒന്നാണ് എന്നെ സംബന്ധിച്ചോളം. അപ്പം അങ്ങനെ അത് ഇടയ്ക്ക് ആളുകൾ ചോദിച്ചായിരുന്നു. കാരണം നമ്മുടെ തന്നെ വീഡിയോ ഫോളോ ചെയ്യുന്ന നല്ല ഒരു ഈശ്വരീയമായ പ്രാർത്ഥനകൾ ചെയ്യുന്ന ആളുകളാണ്. നിഷ്കളങ്കമായൊരു ചോദ്യമാണ്. അതാണ് ഞാനതിന് മറുപടിയും പറഞ്ഞത്. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ അമ്പലപ്പുഴയിൽ പോയാലും അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് ഇടയ്ക്ക് ഞാൻ പോകുന്നതാണ്. കാരണം എനിക്ക് ഇപ്പം ഗുരുവായൂർ എപ്പോഴും പോകാൻ പറ്റിയെന്ന് വരുന്നില്ല. അമ്പലപ്പുഴ ഞാനിവിടെ എനിക്ക് ഒരു തോന്നിക്കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് അങ്ങ് പോയേക്കുവാണ്. അവിടെ പോയി നമ്മളിവിടുന്ന് ഒരു പിന്നെ ആക്റ്റീവൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് അങ്ങനെയല്ല, 3/4 മണിക്കൂർ കൊണ്ട് അങ്ങനെയല്ല. അവിടെ ചെന്നിരുന്ന് ഭഗവാനെ ഉണ്ണിക്കണ്ണനെയും കണ്ടു. ഗുരുവായൂർ നടയിൽ പോയി, അമ്പലപ്പുഴ തന്നെ ഗുരുവായൂർ നടയുണ്ടല്ലോ, ഗുരുവായൂരപ്പനെയും കണ്ട് പ്രാർത്ഥിച്ച് ആ കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് വെച്ച് അവിടെ ചേർന്നിരുന്ന് ഭഗവാനെ ഒന്ന് ധ്യാനിച്ചു. എന്നിട്ട് ഞങ്ങളിങ്ങ് പോയി. നമുക്ക് 3/4 മണിക്കൂർ കൊണ്ട് തിരിച്ചിവിടെ വരാം. അപ്പോൾ നമുക്കത് എളുപ്പമായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഭഗവാനെക്കുറിച്ച് പറയുന്നത്. എല്ലാം ഒരുപോലെ ഉള്ളൂ കേട്ടോ. ഗുരുവായൂരപ്പനാണേലും അനന്തശായി പത്മനാഭസ്വാമി ആണേലും പിന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനാണേലും കൊട്ടിയൂരപ്പനാണേലും സാക്ഷാൽ കാശിനാഥനാണേലും ഞാനങ്ങനെ ഒന്നായിട്ട് കാണുന്നതുകൊണ്ടാണ് കാശിനാഥൻ്റെ അവിടുത്തെ വിഭൂതി ഞാൻ ആവശ്യപ്പെടാതെ പോലും എനിക്ക് ഇവിടെ അയച്ചു തന്നു അവിടെ പോയ ഒരു ഭക്തൻ. കാരണം എൻ്റെ മനസ്സിൽ ഭേദഭാവങ്ങളില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മുത്തപ്പൻ്റെ അവിടുത്തെ ചില കാര്യങ്ങൾ എനിക്ക് ആളുകൾ കൊണ്ടു തന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം എനിക്ക് ആ ഒരൊറ്റ ചിന്തയില്ല, ഭേദഭാവമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം അതൊരു മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. എല്ലാം ഒന്ന് തന്നെയാണ്, അങ്ങനെ തന്നെ ചിന്തിക്കുക, എല്ലാം ഒന്ന് തന്നെ. ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി ചെയ്താൽ മതി കേട്ടോ. എല്ലാം ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ ഭക്തി, സമർപ്പണം, വിശ്വാസം, അതാണ് എല്ലാം. അപ്പം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ എല്ലാവരിലും വിളയാടട്ടെ. ഭഗവാനെ കൃഷ്ണൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മൾ ആ ഭഗവാനിൽ ആ ഭഗവത് ചിന്തയിൽ ചെയ്താൽ അത് നമ്മൾക്കത് ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കും. ഭഗവാന്റെ ചിന്ത എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ പ്രവൃത്തികളിലും കർമ്മങ്ങളിലും ഒക്കെ ഭഗവാനാണെന്നുള്ള ചിന്ത കടന്നു വരണം. അപ്പോൾ നമ്മൾ ശരിക്കും കൃഷ്ണനെ അനുഭവിക്കും. അതല്ലേ കുറൂരമ്മ മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ ഒന്നുമല്ല, എൻ്റെ കണ്ണാന്ന് വിളിക്കുമ്പോഴാണ് കണ്ണം വരുന്നത്. അത് എൻ്റെ കണ്ണ, അത് ഏറ്റവും വലിയ മന്ത്രം. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഹൃദയത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ കണ്ണാന്നാണ് വിളിക്കുന്നത്. അവിടെ ഭക്തിയില്ല, വിഭക്തിയില്ല, ദിവ്യമായ സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പം ഭഗവാനെ അങ്ങനെ സ്നേഹിക്കണം. ദിവ്യമായ സ്നേഹം. ദിവ്യമായ സ്നേഹം എന്ന് വെച്ചാൽ എന്താ? അതിന് സ്വാർത്ഥതയില്ല, അതാ ദിവ്യതമായ സ്നേഹം. അപ്പം ഞാനൊരാളെ സ്നേഹിക്കുന്നു, എനിക്ക് അയാളെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് കരുതി സ്നേഹിക്കുമ്പോൾ അത് ദിവ്യമായ സ്നേഹമാകത്തില്ല. എനിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ സമർപ്പിച്ച് ഈശ്വര എന്ന് വിളിച്ചാൽ എല്ലാം വന്നു ചേരുകയും ചെയ്യും. അവിടെ നമുക്ക് സ്വാർത്ഥ താല്പര്യങ്ങളില്ല. അതുകൊണ്ടാണ് കുരൂരമ്മയ്ക്കായാലും പൂന്താനത്തിനായാലും ആ നിഷ്കളങ്കമായ സ്വാർത്ഥതയില്ലാത്ത ആ ദിവ്യമായ സ്നേഹമായതുകൊണ്ടാണ് ഭഗവാൻ പ്രത്യക്ഷ അനുഗ്രഹങ്ങൾ കൊടുത്തത്. അപ്പം അങ്ങനെ ദിവ്യമായ സ്നേഹമാണ് ഭഗവാനോട് വേണ്ടത്, സ്വാർത്ഥ സ്നേഹമല്ല കേട്ടോ. നമുക്കത് കിട്ടണം, ഇത് കിട്ടണം, അതൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷേ എങ്കിലും ഭഗവാനെ ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം വിളിക്കരുത്. ചിലപ്പോഴെങ്കിലും ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ സ്നേഹിക്കണം. നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോയാൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ ഒന്നും എനിക്ക് വേണ്ടി പറയാറില്ല. ഭഗവാനെ എങ്ങനെ ധ്യാനിച്ചിരിക്കും. അപ്പോൾ അത് വല്ലപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ലാത്തപ്പോഴൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു. ഇടയ്ക്കെങ്കിലും ഒന്നിനും അല്ലാതെ ഭഗവാനെ വെറുതെ ഒന്നും ഇടയ്ക്ക് ധ്യാനിച്ചിരിക്കണം. എന്തൊരു സുഖമാണെന്നറിയാം മനസ്സിന്. അതാണ് ദിവ്യമായ സ്നേഹം. അതുണ്ടായവരിലെല്ലാം ഭഗവത് കടാക്ഷം ജീവിത അന്ത്യം വരെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം ഭഗവത് കൃപ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അത് ഈശ്വരനോട് നന്ദി പറയുക. ഒന്നും ചെറിയ കാര്യങ്ങളല്ല കേട്ടോ, മഹാരഹസ്യങ്ങളാണ്. ഓം കൃഷ്ണായ നമഃ. ശിവോ.